ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്ന, എന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അതെനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുക എന്നെനിക്കറിയത്തില്ല. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾ പുതിയ പുതിയ വീഡിയോസിൽ കാണാനായിട്ട് പറ്റുള്ളൂ. സോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ തംബ്നെയിലിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആ ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വെറും 5000 രൂപയ്ക്ക് ഒരു കയറ്റി ഹോണ്ടയാണ് കേട്ടോ ആദ്യമായിട്ട് വാങ്ങുന്നത്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങുന്നത്. ബാലരാമപുരത്ത് പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആദ്യമായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അത് ഞാൻ കുറേ കാലം യൂസ് ചെയ്ത് അത് പിന്നെ ഓടിക്കാൻ പറ്റാണ്ടൊക്കെ ആയി. അതിനുശേഷം ഞാൻ വാങ്ങുന്ന വണ്ടി വിഗോ ആണ്. വിഗോ എന്ന 2 വീലറാണ് വാങ്ങുന്നത്. അത് ഞാൻ ഏകദേശം 5 ഇയേഴ്സോളം ഞാൻ ആ വണ്ടി ഓടിച്ചു. അതിനുശേഷം ഞാൻ വാങ്ങുന്നത് ഡിയോ ആണ് വാങ്ങുന്നത്. അതും 2 വീലറാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വിഗോ ഉള്ള സമയത്താണ് ഞാൻ മേക്കപ്പ് പഠിക്കാൻ പോകുന്നതും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നതും ഒക്കെ ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വർക്കിന് പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലായിടവും, ഇപ്പം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മാക്സിമം കൊല്ലത്തിന് അകത്ത് വെച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഞാൻ 2 വീലറിലാണ് പോകാറില്ല കേട്ടോ വർക്കിന്. പിന്നെ അല്ല ലോങ്ങൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ പോവും, ബസ്സിൽ പോവും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എടുക്കുന്ന വണ്ടി ഡിയോ ആണ് എടുക്കുന്നത്. ഡിയോ എടുത്ത സമയത്ത്, ഡിയോ എടുത്ത 1 വർഷത്തിനുള്ളിലാണ് ഞാൻ ആദ്യമായിട്ട് കാറ് വാങ്ങുന്നത്, കിഡ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആ വണ്ടി കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കാറാണ്. അത് ആഗ്രഹിച്ച് ഒരുപാട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഒക്കെ വർക്കിന് വണ്ടിയൊന്നും ഇല്ലാതെ പോയിട്ട് സമയത്ത് ഞാൻ വാങ്ങുന്നൊരു വണ്ടി. അത് 5 വർഷം ഞാൻ ലോൺ ഉണ്ടായിരുന്നു. ആ 5 വർഷത്തെ ലോൺ അടഞ്ഞു തീർന്നപ്പോഴാണ് ഞാൻ ആ വണ്ടി കൊടുത്തിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള റൊണാൾഡിൻ്റെ ട്രൈബർ എടുക്കുന്നത്. അപ്പം അതും 5 വർഷം പൂർത്തിയാക്കുന്നു. അതിൻ്റെ ലോണിൻ്റെ അടവ് കഴിഞ്ഞ ഒക്ടോബർ കഴിഞ്ഞു. അപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഇനി എനിക്കൊരു വണ്ടി എടുക്കണം, ഈ വണ്ടി അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരിങ്ങനെ, ഞാൻ ഇനോഗ്രേഷനൊക്കെ പോകുമ്പം ഒത്തിരി ആളുകൾ പറയും എന്നോട്, ഈ വണ്ടിയിലാണോ പോകുന്നത്, എനിക്കൊരു വണ്ടി അപ്ഡേറ്റ് ചെയ്തുകൂടെ, നല്ലൊരു പ്രീമിയം വണ്ടി എടുത്തുകൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇരുന്നിട്ട് കാല് നീട്ടുന്നതാണല്ലോ നല്ലത്. നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കടമൊക്കെ വാങ്ങിച്ചിടുമ്പോഴത്തേക്കും നമുക്കത് അടയ്ക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ആണെങ്കിലും എൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് വീടിൻ്റെ ലോണൊക്കെ ക്ലോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വീടിൻ്റെ ലോണൊക്കെ ക്ലോസ് ചെയ്തു. അങ്ങനെ സോ ഞാൻ പറയുമ്പോൾ ഇമോഷണലായി പോവും. എനിക്കറിയില്ല, ഫൈനലി എല്ലാവരും വിചാരിക്കും, ഓ ഇതാണോ പ്രീമിയം വണ്ടി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എൻ്റെ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് പ്രീമിയം തന്നെയാണ്. സോ ദൈവം കഷ്ടപ്പെടുന്നതിനും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിനും തരുന്നൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഹാർഡ് വർക്കിനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറയുമ്പോൾ ഇമോഷണലായി പോകും. ഇത് സന്തോഷിക്കേണ്ട ഡേയാണെന്ന് എനിക്കറിയാം. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എനിവേ, നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്കുണ്ടാവണം. സോ ഇതിന് ചിലപ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും. ഇതും വളരെ കുറച്ച് എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് ലോൺ ഇട്ടിട്ട് തന്നെയാണ് എടുക്കുന്നത്. ആ ലോൺ അടയ്ക്കാനുള്ള സ്ട്രെങ്ത് ഇത്രയും കാലം എനിക്ക് ദൈവം തന്നതുപോലെ തന്നെ അതിനുള്ള ആരോഗ്യമൊക്കെ തരുമെന്ന് വിചാരിക്കുന്നു. എനിവേ, അപ്പോൾ ഇനി ഗെറ്റ് റെഡി വിത്ത് മീ. റെഡി ആവാൻ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് അശ്വതി വരുന്നുണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയൊരു റെഡി ആവൊക്കൊന്നുമില്ല, ഞാൻ സാധാരണ റെഡി ആവുന്ന പോലെ തന്നെ ജസ്റ്റ് സൺസ്ക്രീൻ ടിൻറ്റ് ആൻഡ് ഒരു ലിപ്സ്റ്റിക്ക് ആക്കിയിട്ടിട്ട്. അപ്പോൾ റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ അപ്പോൾ ഇനി റെഡി ആവുന്ന ടൈമാണ്.
സോ ഐ എം സോ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. നിങ്ങളെ കുറച്ച് ബോറടിപ്പിച്ചു നേരത്തെ എന്ന് എനിക്കറിയാം, എന്നാലും അശ്വതി വന്നിട്ടുണ്ട്. അശ്വതിയുടെ കഴിവ് മൊത്തം പുറത്തെടുക്കാനായിട്ട്. സോ ഞാൻ ഡ്രസ്സ് ഇട്ടു, പക്ഷേ ഇതിൻ്റെ പുറത്ത് ഞാൻ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടേ, പള്ളിയിലച്ഛനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കാരണം ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് അത് കേടാവും. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഇതാണ് എൻ്റെ ഒരു മേക്കപ്പും ഇല്ലാത്ത കോലം. അശ്വതിക്കുന്ന ഒരു വലിയ ബിസി ഡേ ആണ്. പറ അശ്വതി ഒന്നും സംസാരിക്കാത്ത? അശ്വതി ഊമയാണ് ഗൈസ്. അശ്വതി അടിപൊളിയായിട്ട് സംസാരിക്കും. ഇന്ന് വേറൊരു വർക്ക് കൂടിയുണ്ട്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തിനി ആ വർക്കിന് പോകാനുള്ളൊരു തിരക്കുണ്ട് ചെറിയ. അതെ, ഫുൾ ബിസിയാണ്. ബിസി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അത് ബിസി മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. സോ നമ്മൾ റെഡി ആവട്ടെ, റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ അശ്വതിയുടെ ഇന്ന് കിഡിലൊരു ഹെയർ സ്റ്റൈലാണ് അശ്വതി ചെയ്യാൻ പോകുന്നത്. അമീബണക്കൊന്നും ചെയ്യല്ലേ. ഹലോ, ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ലുക്ക് കേട്ടോ. ഇത്തിരി ഓവറായി പോയത് ഈ ഡൗട്ടുണ്ട്, എന്നാലും എനിക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒരു ഓഫ് വൈറ്റ് കുർത്തിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്, ലോങ്. ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. അശ്വതി നല്ല ഭംഗിയായിട്ട് ഹെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും കാണുന്നതൊരു എന്താ പറയുക, കുറച്ച് ലുക്ക് ചേഞ്ച് വേണമല്ലോ. നമ്മുടെ ഏറ്റവും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഡേ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര നാടൻ ട്രഡീഷണൽ ആയിട്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. എന്നാലും ഇത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയാലോ. ഫൈനലി നമ്മളിവിടെ ഷോറൂമിലെത്തി. കുറച്ച് എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് നമ്മുടെ വണ്ടി തന്നെ വെയിറ്റ് ചെയ്യാണ്. സമയം ആയിട്ടില്ല, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടേ ആവുള്ളൂ. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ എനിക്കറിയില്ല, ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബാണ്, പ്രത്യേക ഒരു മൂഡാണ്. മഴ വരുന്നുണ്ട്, നല്ല അടിപൊളി മഴയും വരുന്നുണ്ട് ഇന്ന്. എനിവേ കൊള്ളാം, നല്ലതാണ്. എന്തായാലും കാണാം. താങ്ക് യു. ഓക്കെ, പക്ഷെ രണ്ടുപേരും വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പുള്ളിക്ക് പഠിപ്പിച്ച് ലീവുകളായോണ്ടേ എനിക്കതാണ് താല്പര്യം, പക്ഷെ പുള്ളിക്ക് താല്പര്യമില്ല. നമ്മൾ എന്താ പറയുക, എൻ്റെ ഡ്രീമായിട്ടുള്ള കാര്യം നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. കുറച്ച് നേരം പോസ്റ്റായി, കുറച്ച് നേരമല്ല, ആക്ച്വലി ഒരു 1 hour പോസ്റ്റായി. അതിന് ശേഷമാണ് കേട്ടോ. എനിവേ വലിയ തിരക്കുണ്ട്, വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ്, തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ട. ഇവരിങ്ങനെ ഒരു ലോഗോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. മാം ഹസ്ബൻഡിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, അവരിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്. അല്ല, കൊള്ളാവോ? താങ്ക് യു. സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്, കുറച്ച് പേപ്പേഴ്സുകളൊക്കെ ഒപ്പിടാൻ കാണും. പാവങ്ങളല്ലേ, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഒപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ബൊക്കെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, താങ്ക് യു. എൻ്റെ ഒപ്പ് കാണിക്കല്ലേ, വേറെ എന്ത് കാണിച്ചാലും ഒപ്പ് മാത്രം കാണിക്കല്ലേ. അത്രയും ഭയങ്കര പാടുള്ള ഒപ്പായതുകൊണ്ട് ആൾക്കാർ ഇട്ടിട്ട്. എന്താ മാം, കഴിഞ്ഞോ? ഉണ്ടോ, ഒരുപാടുണ്ടോ? ഡെലിവറി എടുത്തിട്ട് ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാം. ഇല്ല, ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഡെലിവറി എടുത്ത് പിന്നെ അങ്ങ് പോവാമല്ലോ. ഇന്നെങ്ങാനും ഈ സൈനായിട്ട് തീരുമോ? വെറും 1 മണിക്കൂറേ ഡിലേ ആക്കിയിട്ടുള്ളൂ പോസ്റ്റ് ആക്കിയിട്ട്. എന്തിനായിരുന്നു 1 മണിക്കൂർ ഡിലേ ആക്കിയത്? എല്ലാം പ്രിപ്പയർ ചെയ്യണ്ടേ, തരണം. കേക്ക് കട്ടിംഗ് ഉണ്ട്. ഓക്കെ, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ കട്ട് ചെയ്ത് ഞാൻ തന്നെ കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. എന്ത് മാറി നിൽക്കുന്നതാ ഇങ്ങോട്ട്? അശ്വതി എന്താ ഇങ്ങനെ? ഇതില്
ഇതിൽ ആക്ച്വലി നിങ്ങൾ എന്താ പാടുന്ന? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. എന്താ പാടുന്ന? എന്താ ഹാപ്പി ബർത്ത്ഡേയാ? എന്താ ഹാപ്പി ഡേ? വാ, നിങ്ങളല്ല വാ. എന്താ നിങ്ങളൊക്കെ മാറി നിൽക്കുന്ന? എന്താ മഞ്ഞക്കിളി? എല്ലാരും വാ, ജോയിൻ ചെയ്യ എല്ലാരും. അവരൊക്കെ 7 മാറാടിയാകല്ലേ മറ്റേ എന്താ? ഓക്കെ, കട്ടേട്ടെ. മഴ, ഒരു ചാറ്റിൽ മഴ ഉണ്ടായപ്പം നല്ല ശുഭലക്ഷണം എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു എൻ്റെ പ്രേക്ഷകർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനാണ് ആദ്യം മധുരം കഴിക്കേണ്ടത്, ഞാൻ കഴിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പോകണത് ശരിയല്ലല്ലോ. അല്ല, അപ്പൊ നിങ്ങളെ പരിഗണിച്ചില്ല. അപ്പൊ നിങ്ങൾ പറയില്ലേ അതെന്ത് മൂശാട്ടാണ്. എടുത്തോളൂ. താങ്ക് യു മിന്നു. കുറച്ച് ഞാൻ പേടിപ്പിച്ചെങ്കിലും. വെൽക്കം. വീണ്ടും നമ്മുടെ ഫാമിലിയിൽ. ഓ, ഇതെന്റെ 3ാമത്തെ വണ്ടിയാണ് ഈ ഫാമിലിയിൽ, കേട്ടോ. കാരണം എന്ന് വെച്ചാല് അതിന് പ്രത്യേക കാരണം കൂടിയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആ ഒരു അട്രാക്ട് ചെയ്യിപ്പിച്ചത് സർവീസിങ് സെക്ഷനാണ്. ഞാൻ പല ആൾക്കാരുടെയും പല ആളുടെ അവരാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ പോകരുത്, ഇവിടെ തന്നെ വരണം എന്നുള്ള ആ ഒരു ഫീല് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് പറയുമ്പോഴത്തേക്ക് അവർ കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യുന്നില്ലേ, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. സോ അക്ഷയ് ഞാൻ അക്ഷയോട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അക്ഷയ് ഇല്ല. നിങ്ങളാരും കേക്ക് കഴിക്കുന്ന ആൾക്കാരല്ല. കേക്ക് നിങ്ങൾക്കൊക്കെ വർജ്യമാണോ? ഞാനും കഴിക്കാറില്ല. ഓക്കെ, ഞാൻ വ്യാഴാഴ്ച നല്ല ദിവസമാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് വ്യാഴാഴ്ച നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കിയപ്പോൾ വ്യാഴാഴ്ച ഗുഡ്, നല്ലൊരു ദിവസമാണ്. ഒരു ഇതുപോലൊരു ചെറിയൊരു മഴയും പെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഗോഡ് ബ്ലസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. സോ താങ്ക് യു നിങ്ങൾക്ക് വലിയ താങ്ക്സ്. Thank you so much, and thank you. Thank you. Thank you. I'm so happy. Okay. 360 ഡിഗ്രി ക്യാമറ. അത് നമുക്ക് റണ്ണിങ് ടൈമിൽ നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ നിൽക്കത്തില്ലേ, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ, സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് 360 ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഇത് എയർ ക്വാളിറ്റി ആക്സസറീസ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. റാമാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാറുള്ളത്.
WD സ്റ്റുഡിയോ ആണ് കേട്ടോ റാമിൻ്റെ. ഇവിടെ നിയർ എവിടെയാ? പാപ്പനംകോട്. സോ രാമാണ് എടുക്കാറുള്ളത്. താങ്ക് യു റാം, താങ്ക് യു സോ മച്ച്. അതെ, പോഡ്കാസ്റ്റൊക്കെ തുടങ്ങണമെന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് ഇരിക്കുന്നുണ്ട്. എനിക്ക് റാമാണ് എൻ്റെ ഫോട്ടോ എന്നെ അതിസുന്ദരിയായിട്ട് ഫോട്ടോ പകർത്താറുള്ളത്. താങ്ക് യു. എവിടെ പോകുന്നു? ഞാനൊരു സംഗിനി ആയതുകൊണ്ട് റാമിന് വലിയൊരു ഇതാണ്. സംഗിനിയിലെടുത്ത് ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുമെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അശ്വതി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, നല്ല. താങ്ക് യു. എനിക്ക് വന്ന് അറ്റൻഡ് ചെയ്തതിൽ വലിയ സന്തോഷം. ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. സോ ലാസ്റ്റ് ടൈം അശ്വതി, പ്രജിത്ത് ആൻഡ് റാം ആൻഡ് ഷോറൂമിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എനിവേ താങ്ക് യു അശ്വതി. ഞാനൊരു വർക്കിലായിരുന്നു, അപ്പം ചേച്ചി വിളിച്ചതും പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി നിന്നതാണ്. പിന്നെ ചേച്ചി ഇനി മഴ, നമ്മൾ വണ്ടിയിൽ പോയാലോ? വണ്ടി ഇവിടെ വെച്ചിട്ട് സ്കൂട്ടർ വിട്ടിരുന്നോട്ടെ. ഇതാണ് മിന്നു ആണ് ഇന്ന് ഇത്രയും നേരം എന്നെ 1.5 മണിക്കൂർ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. സോ കഴിഞ്ഞ് ഞാൻ ഇടയിലൊക്കെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോൻ്റെ ഒക്കെ വരുമ്പോൾ ഞാൻ ഇട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. സോ താങ്ക് യു മിന്നു, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് നല്ലൊരു ദിവസം, നല്ലൊരു അടിപൊളിയാക്കിയതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. എനിക്ക് റിവ്യൂ ചെയ്തു കയ്യാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് തന്നില്ലെങ്കിൽ നോക്കിക്കോ. കേറട്ടെ. ഏതാ? ഇന്ന് എനിക്ക് സോഷ്യൽ മീഡിയ കത്തിക്കാനുള്ളതാണ്. താങ്ക് യു സോ മച്ച്. കൺഫ്യൂഷൻസ് ഉണ്ട് ഒരുപാട്, തീർച്ചയായിട്ടും. സോ ഗൈസ്, ഐ എം സോ ഹാപ്പി. അയ്യോ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടാ. ഭയങ്കര സന്തോഷം. എടുത്തോണ്ടത് അമ്പലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെയാണ് വന്നത്. നേരെ ആറ്റുകാൽ അമ്മയുടെ നടയിലേക്കാണ് പോകാൻ പോകുന്നത്. ചെറിയ മഴയുണ്ട്. സോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷം കേട്ടാ. സീരിയസ്ലി എല്ലാവരോടും തീരാത്ത നന്ദിയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും, ദൈവത്തിനോട് പ്രത്യേകിച്ച്. കാരണം ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ലൈഫിൽ ഇങ്ങനെ പോവാനായിട്ട് പറ്റുന്ന, സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന. എനിവേ താങ്ക് ഗോഡ്, ദൈവത്തിന് പ്രത്യേക നന്ദി. എനിവേ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് പൂജിക്കട്ടെ. എല്ലാവർക്കും വണ്ടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റുകളൊക്കെ പറയണം കേട്ടോ. സീമാവിനി
നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചു, ഒന്നും പറയണ്ട, സൂപ്പർ ആയിരുന്നു. ദേവിയുടെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് പതിവില്ലാതെ ഇന്ന് പായസം ഉണ്ടായിരുന്നു, പായസം കിട്ടി. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാട്ടോ, പായസം കിട്ടിയതും ഒക്കെ. ദേവിയുടെ പായസം, ദേവിയുടെ ഇരിപ്പുണ്ട് പായസം, വേണ്ട പായസം കിട്ടി. അങ്ങനെ സോ എന്താന്ന് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്ര ഭയങ്കര സന്തോഷമായി കേട്ടാ ഞാൻ. കാരണം ഒരുപാട് നാളായിട്ട്, ഒത്തിരി കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എന്താ, അതിനൊരു സമയം ആവുമ്പോൾ മതി എന്നുള്ളതാണ്. നമ്മളല്ലാതെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു റൈറ്റ് ടൈം ആയത്. സോ അപ്പം എടുത്തു എന്നുള്ളതാണ്. എല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും ഒക്കെ ഒപ്പം ഉണ്ടാവണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇനിയിപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. അപ്പോൾ ഇന്ന് കൂടെ വീഡിയോ എടുക്കാൻ വന്ന പ്രജിത്താണ്. ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡും കഴിച്ചിട്ട് പ്രജിത്ത് പോവും, ഞാനും വീട്ടിലോട്ട് പോവും. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് എല്ലാവരും ചോദിച്ചത് എന്താ ഇന്നത്തെ ദിവസം ചൂസ് ചെയ്യാൻ കാരണം എന്നാണേ. എല്ലാ ആൾക്കാരും എന്നോട് ചോദിച്ചത്. ഇന്ന് അത്ര നല്ല ദിവസമാണ്, അങ്ങനെ നല്ലൊരു സമയമൊന്നും അങ്ങനെ കുറിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇതായിട്ട് ഞാനിത് നോക്കി, സമയം നോക്കി, ആരെയും കൊണ്ട് നോക്കിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ നോക്കി, അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ചൂസ് ചെയ്തത്. എനിവേ, സോ താങ്ക് യു എല്ലാവർക്കും. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് കഴിയട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ലവ് യു ആൾ.